ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ആൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ. ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയാ, വിളക്കായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രകാശമായിട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തില് ഒരു പ്രകാശം, ഒരു ഇരുട്ടായിരിക്കുമ്പോഴുള്ള ഒരു ദീപം, ഒരു എന്താ പറയാ, ഒരു നല്ലൊരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെ പറയണ പോലെ പ്രകാശം പരത്തുന്ന ആൺകുട്ടിയും പെടുമല്ലോ. പ്രകാശം പരത്തുന്ന ഒരാള് ടോട്ടലി. പക്ഷെ ശരിക്കുള്ള പ്രകാശം അത് നിങ്ങൾ വിചാരിച്ചിരുന്നതാണ്. ഇവിടെ രണ്ടുപേരുടെ എനർജി ഉണ്ടാവുമല്ലോ. പക്ഷെ ശരിക്കുള്ള നിങ്ങൾ വിചാരിച്ചിരുന്നത് ഈ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശവും കാര്യങ്ങളൊക്കെ. പക്ഷെ യാഥാർത്ഥ്യത്തില് ഇവരുടെ ജീവിതത്തിലെ പ്രകാശവും കാര്യങ്ങളും എല്ലാം നിങ്ങളായിരുന്നു. ഒരു എന്താ പറയാ, ഒരു വിളക്ക് അല്ലാന്നുണ്ടെങ്കിൽ വഴിവിളക്ക് എന്നൊക്കെ പറയൂല. അതായത് എന്ത് കാര്യം അതേ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കരുത്, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല കാര്യത്തിലും സ്നേഹമയമായിട്ടും ശാസനയുടെ രൂപത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും പറയും. രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു അനിർവചനീയമായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ തീരാത്ത അത്രയും സന്തോഷം നിങ്ങൾക്ക് തരുന്ന, അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു സന്തോഷം മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ അത്രയും ദാഹിച്ചൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കൂലേ, അത് ഒരു ഫുഡിനും വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. ആ ഒരു ദാഹം തീർക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ദാഹശമനി എന്നൊക്കെ, നമ്മൾ അത്രയും പൊരിഞ്ഞ് ദാഹിച്ചൊക്കെ ഇരിക്കുമ്പോ ഇത്തിരി വെള്ളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ഈ വ്യക്തി. അത് നിങ്ങളും ചിലപ്പോ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു അവരുടെ ദാഹശമനി. നിങ്ങൾ വിചാരിച്ചിരുന്നത് ഇവരാണെല്ലാം, ഇവരെ അങ്ങനെയാണ്, ഇവരെ കൊണ്ടാണ് സന്തോഷം. ശരിക്കും ഇവരെക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും പറഞ്ഞു കൊടുത്തതും, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെക്കാളും കൂടുതൽ ഒരുപാട് ഇവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങളുടെ ആള് ഓർക്കുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നു.
നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു വഴികാട്ടിയായിട്ട് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രകാശം പോലെ നിന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടാകാം. ആ റെസ്ട്രിക്ഷൻസ് ലംഘിച്ച് ഇവർ പല കാര്യത്തിലോട്ടും ചാടി പുറപ്പെട്ടിട്ടുണ്ടാകാം. അതിൽ കൂടി ഇവർ എന്തെങ്കിലും ഫ്യൂച്ചറിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസന്റ് ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടാകാം. അത് നിങ്ങൾ പണ്ട് വാണിംഗ് കൊടുത്ത പല കാര്യങ്ങൾക്കായിരിക്കാം. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ സ്നേഹിച്ച് നിന്ന ആള് എനിക്ക് ഇങ്ങനെയൊക്കെ വാൺ ചെയ്തിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വാണിംഗ് തന്നിരുന്നു. അപ്പൊ ഇവിടെ അതിന് നമ്മൾ പറയേണ്ട പഴഞ്ചൊല്ലാണ് അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയും. ഓക്കെ. അപ്പോ ആ ഒരു വാണിംഗ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർക്കതൊരു ഇറിറ്റേഷൻ. ഇവരെന്തിനാ എന്നെ ഇങ്ങനെ വാൺ ചെയ്യേണ്ട കാര്യം എന്താ, അല്ലെങ്കിൽ ഇവരെന്തിനാ എന്നെ ഇങ്ങനെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇടാൻ പാടില്ല, ഇങ്ങനെ ഇതാക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നു, അങ്ങനെയൊക്കെ കൂടുതൽ ഇവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളുമായിട്ട് എന്താ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ തൽക്കാല കാര്യത്തിനൊക്കെ വേണ്ടി, തൽക്കാല ആശ്വാസം, ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടി പല പരിപാടികളിലോട്ടൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? കാരണം ഇവിടെ ആക്ച്വൽ അവരുടെ ഒരു ജീവിതത്തിലെ ഒരു വിളക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ വിളക്ക് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ ഇപ്പൊ ഈ വ്യക്തിയും നിങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പല കാര്യങ്ങളും ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റും, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ചേർന്നാൽ ചെയ്ത് തീർക്കാൻ പറ്റും. പല രീതിയിലുള്ള ഡ്രീമായിട്ടുള്ള, പല രീതിയിലുള്ള ആ ഒരു ഡ്രീം പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലുള്ള കഴിവുള്ള ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. ഒരാളല്ല, രണ്ടുപേരും. അപ്പൊ ഈ രണ്ടുപേരും കൂടി അത്രയും കഴിവുള്ള കഴിവുകളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കഴിവുകളാണ് അല്ല, പല രീതിയിൽ പലവിധം. ചില ആളുകൾക്ക് ബിസിനസ്സിലായിരിക്കാം, ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും പരിപാടികളിലായിരിക്കാം. കാരണം ആ ഒരു കഴിവുകളെന്ന് പറയുമ്പോൾ ഒരാളൊന്ന് താന്നു കഴിഞ്ഞാൽ അടുത്ത ആളൊന്ന് പൊക്കിക്കൊടുക്കാൻ, അതായത് ഒന്ന് കൈവച്ചൊന്ന് താങ്ങി അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു കാര്യം നിങ്ങളിൽ ഒരാൾക്കുണ്ട്. രണ്ടുപേർക്കും ഉണ്ട്, ഒരാൾക്കെന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയിരുന്നാലും, അല്ലെങ്കിൽ എത്ര മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലിരുന്നാലും, നിങ്ങളുടെ ഈ വ്യക്തി ഒരു മാനസിക ബുദ്ധിമുട്ടിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസിക ബുദ്ധിമുട്ട് നിങ്ങളിലോട്ട് അട്രാക്ട് ചെയ്ത്, അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടേതാണെന്ന് കണക്കാക്കി അവരെ സഹായിക്കും. അതൊക്കെ ഇപ്പൊ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു മനുഷ്യനൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്താ പറയാ, അവര് നമ്മളിപ്പോ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് എൻ്റെ പ്രശ്നങ്ങളാക്കി ഞാൻ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് മനസ്സ് വേദനിക്കുകയും അതിൻ്റെ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയും എന്നെ കൊണ്ട് പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നിങ്ങൾ എന്ന് അവര് ഓർക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, പശ്ചാത്തപിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ചെറുക്കൻ അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് ഞാനൊരു പരിപാടി കാണിച്ചു, കൂടെ നിന്ന് കുത്തി, അല്ലെങ്കിൽ കൂടെ നിന്ന് പുറകിൽ നിന്ന് വേണമെങ്കിൽ കുത്തി എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് കുറച്ച് ലിറ്റിൽ ബിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി, അത് ചില ആളുകൾക്ക് ഇത്തിരി വലിയ വലിയ കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ഒപ്പിച്ചു. നിങ്ങളുടെ ഇപ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ടിനും, ഇപ്പോഴുള്ള ചില ആളുകൾക്ക് കടബാധ്യതകളൊക്കെ ഈ വ്യക്തി വരുത്തി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, കാണുന്ന വീഡിയോ വാച്ച് ചെയ്യുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തരേണ്ട സാമ്പത്തിക സഹായങ്ങളായിരിക്കും. അത് നിങ്ങൾ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തരാതെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യാതെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോവുകയും, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയും,
ആഹ് എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാൻ എൻ്റെ തോന്നിയ പോലെ നടക്കുമെന്ന് ഉള്ള രീതിയിലൊക്കെ ആയി ഒരു മെച്ചോർഡ് അല്ലാത്ത ചിന്താഗതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകൾക്കാണ്. ആ ഒരു കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് കറക്റ്റായിട്ട് അറിയാം നിങ്ങളുടെ മാനസിക, അതായത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വന്നിരുന്ന പല മാനസിക ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാൻ വന്നിട്ട് അതായത് നിങ്ങൾക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തപ്പോഴോ അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷം വേണം, ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന ജീവിത രീതി പോരാ, എനിക്ക് ഇത്തിരി കൂടി ഒന്ന് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ വ്യക്തിയുടെ പ്രവേശനം. പക്ഷെ നിങ്ങൾ അപ്പൊ ഈ വ്യക്തിയുടെ എൻട്രൻസ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളും നല്ല രീതിക്ക്, അതായത് ഈ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നതെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഒരു മെന്റൽ ഹെൽത്തിലാണെങ്കിലും ഫിസിക്കൽ ഹെൽത്തിലാണെങ്കിലും അതുമല്ല ബാക്കി ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും ടോട്ടലി ഉള്ള റെസ്പോൺസിബിലിറ്റീസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് മന്ദം മന്ദം കയറി വരുന്നത്. അപ്പോ കയറി വന്നപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് ബേസിൽ തുടങ്ങിയതായിരിക്കാം. ആ ഒരു എന്താ പറയാ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു എപ്പോഴോ നിങ്ങൾ പോലും അറിയാതെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോയിന്റിൽ നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഒരു പ്രേമലു അങ്ങനെയുള്ള കാര്യത്തിലോട്ട് വീണതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായി. പക്ഷെ ഇത് വീണ് ബുദ്ധിമുട്ടിലോട്ട് അടുക്കാൻ തുടങ്ങിയത്. കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ മെന്റലി ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ആകാൻ തുടങ്ങി. അതായത് ഇവരെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരു ഇതിലോട്ട് അടുക്കാൻ തുടങ്ങിയപ്പോ കോമക്കുറുപ്പിന്റെ സ്വഭാവം കാണിച്ചു. അതാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായത്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ട്, നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു പുകമറ നീങ്ങി ഒരു വെളിച്ചം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഇരുട്ട് മാറി പല കാര്യങ്ങളും, ഒരു സ്വബോധത്തിലോട്ട് പല കാര്യങ്ങളും, പാസ്റ്റിൽ നടന്ന എനിക്ക് എന്ത് ചെയ്തു എന്നു, ഞാൻ അവരോട് എന്താണ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആള് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എത്ര ബലഹീനരാണെന്നാലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് എത്ര ബലഹീനരായി പോയാലും നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റക്ക് ഓടി നടന്ന് പല കാര്യങ്ങളും മാനസികമായിട്ട് പൊരുത്തപ്പെട്ടും അല്ലെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് റിക്കവേർഡായിട്ടും ഒരു റിക്കവറി അതിൻ്റെ അകത്ത് നേടിയിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ പല രീതിയിൽ ശ്രമിക്കുന്നതായിട്ട് പുറത്ത് നിന്ന് കയ്യും കെട്ടിയിരുന്ന് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തു നിന്ന് വാച്ച് ചെയ്യുന്നു. ഷെടാ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അപ്പൊ ഇവർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നോ? കാരണം ഇവരുടെ മുമ്പിൽ നിങ്ങളെന്താ, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഓരോ വീക്ക് പോയിന്റ്സും അറിയാവുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ആള്. അപ്പൊ ഷെടാ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള, അതായത് പല പോയിന്റ്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഷെടാ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് തന്നെ ചിലപ്പോൾ ഈ വ്യക്തി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് കഴിയും തോറും ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിൽ പല സിറ്റുവേഷൻസ് വന്നു, മാറി മറിഞ്ഞു, പല ആളുകൾ കടന്നു വന്നു, മാറി മറിഞ്ഞു. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പല കാര്യങ്ങളും ചെയ്ത് നിർവഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകുമെന്ന് നിങ്ങൾ ബെഗ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടാകാം. ഇതൊന്നും ചെയ്തിട്ടില്ല. ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ടുള്ള വഴക്കുകളിൽ കാര്യങ്ങളിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ സ്വന്തം ജീവിതത്തിന് സ്വന്തമായിട്ട് തന്നെ ഒരു വഴികാട്ടിയായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിൽക്കുന്നു എന്ന് ആശ്ചര്യത്തോടെ നോക്കുന്നു. നല്ല കാര്യം. കോമക്കുറുപ്പ് ഓരോ പരിപാടി ഒപ്പിക്കുന്നതാണ്, എനിക്ക് വയ്യ. നിങ്ങളുടെ ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പലരും വഴി അറിയുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ റിലേറ്റീവ്സ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒളിച്ചും പാത്തും നോക്കിയോ എങ്ങനെയൊക്കെയോ മച്ചമ്പി കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഷെടാ, ഇവരിങ്ങനെയൊക്കെ നല്ല രീതിയിലൊക്കെ അടിപൊളിയായല്ലോ. ഇനി വേറെ വല്ലതൊക്കെ വേറെ ആരെങ്കിലുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി കഴിയോ? അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ. നമ്മൾ പറയുന്നത് തന്നെ കേട്ടോ വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതായത് പാസ്റ്റ് മെമ്മറീസ്, അത് പഴയ കാര്യങ്ങൾ, പഴയ സംഭാഷണങ്ങൾ, കൺവെർസേഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം വിളിക്കുന്ന പേരുകൾ, ഇപ്പൊ കുക്കുടു, ചക്കുടു എന്നൊക്കെ പറയുന്ന പേരുകൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടോ, നിങ്ങളുടെ പേരുകൾ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പേരുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾ തമ്മിൽ ചേരുമ്പോൾ ഒരു ഇൻസൈഡ് ആയിട്ടുള്ള കുറച്ച് ജോക്സ്, നിങ്ങളുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന കുറച്ച് തഗ്ഗായിട്ടുള്ള തമാശകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മച്ചമ്പി ഇപ്പൊ ഓർത്ത് അയവിറക്കുന്നു. അങ്ങനെയുള്ള കാര്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഞാനിത് എവിടെ നിന്ന് തുടങ്ങണം, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ലല്ലോ. അങ്ങനെയുള്ള അതായത് ഒരു 10 പേര് വന്നാലും കുലുങ്ങാത്ത കരിമ്പാറയാണ്. ഒരു എന്താണ്, അത്രയും ഉള്ള ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നതാണ്, ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഇനി എൻ്റെ അടുത്ത നീക്കം ഒരിക്കലും എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല. ഞാൻ നോക്കിയും കണ്ടും മാത്രമേ ഇനി എൻ്റെ അടുത്ത നീക്കാൻ പാടുള്ളൂ. എന്നാലും എനിക്ക് വഴക്കിടാനൊന്നും വയ്യ, എനിക്ക് ഇത്തിരി സമാധാനം വേണം എന്നും ചിന്തിക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് ഈ പല സമയത്ത് പല വിചാരങ്ങളാണ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ചിന്തകൾക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനത്തിന് ഒരു സ്റ്റെബിലിറ്റി വേണ്ടേ, നമ്മൾ ഇന്നതുപോലെ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നതുപോലെ പ്രവർത്തിക്കും, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി വേണ്ടേ. ഈ തൽക്കാല ഉള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള പരിപാടികൾക്ക് അപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരിപാടികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടും ഒറ്റക്കുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് കുറച്ച് ഒരു പൊടിക്കൊരു ഇത്തിരി ജലസി, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്, കുറച്ചൊരു സന്തോഷവും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പല കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഒരു നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത എന്ത് കാര്യം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അത് നിങ്ങൾ ഓടി നടന്ന് പല കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റക്ക് അത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. അതുമല്ല വേറെ എന്തെങ്കിലും ഇപ്പോ അതായത് ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ വല്ലവരും ആണോ, അല്ലെങ്കിൽ കുട്ടികളായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ആണോ? കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വേറെ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്ന പോലത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ആക്ച്വലി ജീവിക്കുന്നത്. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, വേറെ വീട്ടിലെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വേറെ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുന്ന ജീവിതം, അത് നിങ്ങളുടെ വ്യക്തി അത് പുറമേ നിന്ന് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും, അതായത് എന്താ പറയാ,
നിങ്ങൾക്ക് ഇവരോട് വൈരാഗ്യം ഉണ്ടാകുമോ? ഇവര് ചെയ്ത കുറ്റത്തിന് നിങ്ങൾ മാപ്പ് കൊടുക്കുവോ? അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല അതായത് ഇവര് ഇവരിപ്പോ നിങ്ങളോടൊരു കൺവേഴ്സേഷൻ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു സങ്കടത്തിന്റെ പുറത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ പോലും അതുപോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അതുപോലും ഒന്ന് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഒരു 1, 2 വാക്കുകളൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഇത്രയും ചെയ്തിട്ടാണ് അവരെന്നെ ഇത്രയും പറയുന്നതെന്ന് നിങ്ങളുടെ ആള് എടുക്കില്ല. എന്നെ എന്തിനിങ്ങനെ പറയുന്നു? എന്റെ സാഹചര്യം അന്നേരത്തെ ഇത് വന്നപ്പോ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അതൊക്കെ എന്റെ സാഹചര്യമല്ലേ, നിങ്ങൾ മനസ്സിലാക്കണ്ടേ എന്നാണ് നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു മനസമാധാനമോ അല്ലെന്നുണ്ടെങ്കിൽ വിഷമത്തിനോ ഒരു മെന്റൽ പ്രഷറിനോ കാര്യങ്ങളൊക്കെ ഉത്തരവാദി അത് ഞാനാണെന്ന് അതായത് ഞാനല്ല, നിങ്ങളുടെ പേഴ്സൺ ആണെന്ന് നിങ്ങളുടെ പേഴ്സണ് തന്നെ ഒരു ചിന്ത ഇപ്പൊ വന്നിട്ടുണ്ട്. കൂടുതൽ യുദ്ധത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ട, ഒരു മനസ്സമാധാനപരമായിട്ടുള്ള ഒരു നീക്കത്തിന് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ അടുത്തോട്ട് വീണ്ടും ഒരു കൺവേഴ്സേഷൻ വരാം. ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും പറഞ്ഞുള്ള തുടക്കങ്ങളായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും മിണ്ടില്ല എന്ന് വിചാരിച്ചവരും മിണ്ടാം, സംസാരിക്കാം. ഒരു കാണാനുള്ള കാര്യങ്ങൾ വീണ്ടും പുതിയതായിട്ട് ഇതുവരെ ഞാൻ കാണുകയേയില്ല, ഞാൻ ഒരിക്കലും മിണ്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചാണെങ്കിലും നേരിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ആക്സിഡന്റലിയോ നിങ്ങൾക്ക് ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ കാണാനുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു നിയോഗം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എത്ര എന്തൊക്കെ പരിപാടി എന്താണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതം ഒരു ആഘോഷമായി ജീവിക്കുകയാണോ, അല്ലാന്നുണ്ടെങ്കിൽ പഴയ വിഷമങ്ങളൊന്നും അവരെ അലട്ടുന്നില്ലേ, അങ്ങനെയുള്ള ഒരു ചിന്തകൾക്ക് ബാലൻസ് ഇല്ലായ്മ. അവര് സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇപ്പോഴും സ്ട്രെസ് ആണോ, ഡിപ്രഷൻ ആണോ, അവർക്ക് വേറെ ആളെ കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ബാലൻസ് ഇല്ലായ്മ. ചിന്തകൾ ഫുൾ ടൈം ഒരു മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റിൽ ഒരു 100,000 ചിന്തകൾ ഇങ്ങനെ ബാലൻസ് ഇല്ലായ്മയോടുകൂടി മറ്റൊരു വ്യക്തിനെ പറ്റി ചിന്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഒരു പഴയ ഒരു വഴക്കിന്റെ എനർജിയും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരാൾ ക്ഷമിക്കുന്നുണ്ടാവും, ചിലപ്പോൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളും കുറഞ്ഞ ആളുകളൊന്നും അല്ല, നിങ്ങളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായി ആ ഒരു എനർജിയും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ. നമ്മൾക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് ഒരെണ്ണം എടുത്ത് നോക്കാം. റിക്കവറി എന്ന് പറയുമ്പോൾ അറിയാലോ, റിക്കവറി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ അകത്തുള്ള പല ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക, ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ഒരു നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഓക്കെ മെമ്മറി ആയിട്ട് നിൽക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഒരു മുറിവിൽ നിൽക്കുവാണെങ്കിൽ ആ മുറിവൊക്കെ ഒന്ന് ഹീൽഡ് ആക്കുക. മനസ്സിനേക്കുന്ന മുറിവുകളാണ് ഏറ്റവും വലിയ മുറിവുകൾ. അതൊക്കെ പോകുന്നേ, പല മുറിവുകളും അല്ലേ, അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഇല്ലാത്ത പരിപാടികളുണ്ട്. ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും വിഷമവും വേദനകളൊന്നും ഇല്ലാത്ത ആളുകളൊന്നും ഈ ലോകത്തില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടെന്നേ, അതൊക്കെ വിട്ടുകളാ. അപ്പൊ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കണം. അല്ലാതെ നമ്മൾ മുറിവിൽ തന്നെ ഇരുന്ന് നമ്മൾ അത് ഹീൽഡ് ആക്കാതെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ തന്നെ ആ ഒരു 10 ഇരട്ടി ബുദ്ധിമുട്ടിലോട്ട് പോകും. അതല്ല, നമുക്കൊരു മനസ്സൊക്കെ എന്തായാലും സംഭവിച്ച് നമ്മളുടെ ജീവിതത്തിന് വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുക. മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കേണ്ട കാര്യത്തിന് വിശ്വാസമുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക.
ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.